നിന്റെയൊക്കെ സൗകര്യത്തിൽ എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കിൽ ഇനിയിപ്പോ എന്റെ സൗകര്യം കൂടെ സ്വല്പം നോക്കിയിട്ട് പോ. മതി. ഓസിന് സൂഹിക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ മതി. നിർത്തറ നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം. ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും. ഓടാ പുല്ലേ സക്രിയ. പോണവരൊക്കെ പോട്ടടാ. വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനമൊന്നും വേണ്ട. ജോസഫേ, ഞാൻ കുറെ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി ഇരിക്കുക. നീ രാവിലെ അടി മേടിക്കും. മദ്യ അവന്റെ സൗകര്യത്തിന്, കാർ അവന്റെ സൗകര്യത്തിന്, ഗൗരിക്കുട്ടി അവന്റെ സൗകര്യത്തിന്. അങ്ങനെ സൗകര്യം പോന്നാ മതി. അങ്ങനെ പോരാൻ നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. നിങ്ങൾ പോരുന്നുണ്ടോ? കാർണിവലിന് സൂചിയേറും കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ചോദിക്കുക, പോരുന്നുണ്ടോ? വക്കീലേ, ജോസഫ് പോ. കാശുണ്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താനം. ഗോപി, അല്ല, അത് ശരിയാവില്ല. അവനങ്ങ് തിരിച്ചു പോവാണല്ലോ. അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു. അതാ സംഭവം. അതൊന്നുമല്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ മണമണാന്ന് പിറുപിറുക്കാതെ സംഗതി നേരെ പറ. തനിക്ക് അവിടെ പോണോ? പോണോന്ന് ചോദിച്ചാ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. ഹിലാലിന് പോണോടാ? എനിക്ക് പോണോന്നില്ല. പോണമെങ്കിൽ പോണെന്ന് പറയടാ. എങ്കി വാ, ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുമെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും. വാ. മാളമ്മയുടെ നല്ല സമയം. കറിയച്ച, അവര് പറഞ്ഞ കേട്ടോ? കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് വഴി തെറ്റിയിട്ടില്ല. മാറും. തന്തയുടെ നിപ്പ് കാണുമ്പോ നേരെ പോയി പോലീസിന് ഫോൺ ചെയ്യുമെന്നാ തോന്നുന്നു. അതിനെന്താ വക്കീലത്തെ കൂടെ ഉള്ളത്? അയ്യോ, കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പോലീസിനെ ഫേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇടപാട് മാത്രം. ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ഇത് തന്നെയാണോ വീട്? തനിക്ക് ഉറപ്പുണ്ടോ? ആണെന്നാ തോന്നുന്നത്. ഉറപ്പില്ലേ? കയറണ്ട. ഒന്ന് കേറി എന്ന് വെച്ച് അങ്ങ് കേറി എന്നായില്ലല്ലോ. അതെ, അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പോരെ.
ഇത് തന്നെ ആവാനേ വഴിയുള്ളൂ. ഇപ്പൊ